നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, സുഹൃത്തുക്കളെ. 30 ഡേയ്സ് ചാലഞ്ചിന്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മെഗാ റിവിഷൻ ആണ്. ഇന്ത്യൻ ജോഗ്രഫിയുടെ 2ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് പഠിക്കേണ്ട 2ാമത്തെ ലെസൺ ആണ്. ഇന്ന് ഫുൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SSCRT ആണ് കേട്ടോ. ഇന്നത്തേതിൽ ഫുൾ SSCRT ആണ്, നാളെയും ഫുൾ SSCRT ആണ്. നാളത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുത്ത മൊഡ്യൂൾ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് 10 മാർക്കിനുള്ള ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കാണുമ്പോൾ ഒക്കെ ചെറിയൊരു ഇതേ ഉള്ളൂ അല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കാട് കയറിയിട്ട് പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. കാട് കയറി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് എന്താണ് അറിയില്ല, മനസ്സിലാകുന്നുണ്ടോ? എവിടെ എത്തില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും ഉള്ളത് വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കണ്ടോ, ഇത് നന്നായിട്ട് ഇതിലാണ് നമ്മുടെ ഏകദേശ ടോപ്പിക്കുകളൊക്കെ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ അതേപോലെ നമ്മൾ ഇന്നലെ കുറേ ക്ലാസ്സുകൾ ഇന്നലെ മെഗാ റിവിഷൻ പറഞ്ഞിട്ട് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ പറയാണ്, നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ ജോഗ്രഫി എടുത്തു, ഇന്നും ജോഗ്രഫി തന്നെയാണ്, നാളെയും എന്ത് ചെയ്യുക, ജോഗ്രഫി തന്നെ. അപ്പൊ 3 ദിവസം കൊണ്ട് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യുക. അടുത്തൊരു ദിവസം വേറൊരു മൊഡ്യൂളായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന ലെസൺസ് ഇത്രയും ലെസൺസ് ആണ്. ന്യൂ SSCRT അടിസ്ഥാനമാക്കിയിട്ടുള്ള ലെസൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഗതാഗത ആശയവിനിമയം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, വിഭവ വിനിയോഗം, സുസ്ഥിര, അതുപോലെ വ്യവസായം, ധാതുക്കള്, മലിനീകരണം ഒക്കെ എടുക്കുന്നുണ്ട്. നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു 4 ലെസണോളം എന്ത് ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെയുള്ള ലെസൺസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. നാളെ ഇതും കൂടി ഇത് ഫുള്ളും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിലെ എല്ലാ മേഖലകളും എന്ത് പറയുന്നുണ്ട്, ഈ ലെസണിൽ പറയുന്നുണ്ട്. ഓക്കെ, ലോകത്തെ 2ാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ലോകത്തെ 2ാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ലോകത്തിലെ രണ്ടാമത്തെ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബോംബെ അല്ല, അതായത് ഇപ്പോഴത്തെ മുംബൈ, അതായത് ബോംബെ മുതൽ താനെ വരെ 1853 ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. 1853 പഠിച്ചു വെക്കണേ. 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത വരുന്നത് ബോംബെ മുതൽ താനെ വരെ. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861. ഇവിടെ 53 കഴിഞ്ഞ് 8 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത വരെയാണ്. ഇനി കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? റെയിൽ ഗതാഗതം ഇല്ലാത്തത്, അതായത് ട്രെയിനൊന്നും ഓടാത്തതേ ഇടുക്കിയും വയനാടുമാണ്. എവിടെയാണ്? ഇടുക്കിയിലും വയനാടും. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകൾ കനോലി കനാലും പാർവതി പുത്തനാറും. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഇനി സമുദ്രതീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം എന്ന് പറയുന്നത് അല്ലെ? എന്താണ് തുറമുഖം എന്ന് പറഞ്ഞാൽ? സമുദ്രതീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുക? തുറമുഖം എന്ന് പറയുക. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത്. കൊച്ചി തുറമുഖം എറണാകുളത്തും സ്ഥിതി ചെയ്യുന്നു. പ്രധാനപ്പെട്ട കേരളത്തിലെ 2 തുറമുഖങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവും കൊച്ചി തുറമുഖവും. ഇനി റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരെന്താണ്? ഫ്ലയർ 1 ആണ്. നമുക്കറിയാം വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് അല്ലെ? ആ റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ 1. ഏതാണ്? ഫ്ലയർ 1. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ 1. ഇനി ഫ്ലയർ 1 എപ്പോഴാണ് പറന്നുയർന്നത്? അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ മാസം 17 ഫ്ലയർ 1 പറന്നുയർന്നത്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ മാസം 17 1903 ഡിസംബർ മാസം 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ഇനി ഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്താണ് ഭൂഖണ്ഡം? നമ്മൾ പഠിക്കാറുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഭൂഖണ്ഡങ്ങൾ, ഏഷ്യ ഭൂഖണ്ഡം, ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? എന്താണ് ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ? വിശാലമായ കരയുടെ ഭാഗങ്ങളെ, അതായത് കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഭൂഖണ്ഡങ്ങളുടെ മറ്റൊരു പേരെന്താണ്? വൻകരകൾ എന്നും. വൻകരകൾ എന്ന് പറഞ്ഞാലും എന്താണ്? ഭൂഖണ്ഡങ്ങൾ തന്നെയാണ്. അതിന്റെ അർത്ഥം കരയുടെ കഷ്ണങ്ങൾ എന്നാണ്.
ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാകും? ഉയരം കൂടിയ പർവ്വതങ്ങളെ കാണപ്പെടും, അതുപോലെ വിശാലമായിട്ട് കിടക്കുന്ന സമതല പ്രദേശങ്ങൾ കാണാൻ പറ്റും, നല്ല വിസ്തൃതിയിൽ മരുഭൂമികൾ ഉണ്ടാകും, പീഠഭൂമികൾ ഉണ്ടാകും. ഇതൊക്കെ എന്താണ്? ഭൂഖണ്ഡങ്ങളുടെ പ്രത്യേകതയാണ്. ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്? ഏഷ്യ ഭൂഖണ്ഡമുണ്ട്, ആഫ്രിക്ക ഭൂഖണ്ഡം, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അല്ലെ? ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡമാണ്. അല്ലെ? ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡമാണ്. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അപ്പൊ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾക്ക് ഉദാഹരണം? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഓക്കെയാണോ? നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഇനി എന്താണ് ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ ഭൂഖണ്ഡം എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് ഉപഭൂഖണ്ഡം? നമ്മൾ എപ്പോഴും ജോഗ്രഫി പഠിക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. എന്താണ് ഉപഭൂഖണ്ഡം? വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ വിഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ വിഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്ന ഭൂവിഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് പാമീർ പീഠഭൂമിയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തെയാണ്? ഇപ്പൊ ഏഷ്യ ഭൂഖണ്ഡം മനസ്സിൽ കണ്ടു. ആ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ എന്ത് ചെയ്യാണ്? മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഭൂമിശാസ്ത്രപരമായിട്ട് വേർപെടുത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. ഏതു ഭാഗത്തെ? തെക്കുഭാഗത്തെ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? നമ്മളിപ്പോൾ അറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലേ? ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? ഉന്നതമായ പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങളുണ്ട്, മരുഭൂമി പ്രദേശങ്ങളുണ്ട്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങളുണ്ട്, തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പർവ്വതങ്ങൾ കാണപ്പെടും, സമതലങ്ങൾ കാണാൻ കഴിയും, മരുഭൂമികൾ കാണാൻ കഴിയും, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമികളെ കാണാൻ കഴിയും, തീരസമതലങ്ങളെ കാണാൻ കഴിയും, ദ്വീപുകളെ കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ എങ്ങനെയൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗം പഠിച്ചു വെക്കണേ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്ത് ഹിമാലയ പർവ്വതമാണ് അല്ലെ? നമ്മളിങ്ങനെയല്ലേ വരിക? ഈ ഭാഗത്ത് അല്ലെ? ഈ ഭാഗത്ത് എന്താണ്? ഹിമാലയ പർവ്വതമാണ്. ഹിമാലയ പർവ്വതമാണ്. കിഴക്ക് അല്ലെ? അരുണാചൽ പ്രദേശ് ആണല്ലേ കിഴക്ക് കിടക്കുന്ന സംസ്ഥാനം. അവിടെയാണ് അരക്കൻ പർവ്വതനിര എന്ന് പറയുന്നത്. പടിഞ്ഞാറ് അല്ലെ? പടിഞ്ഞാറ് ഈ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഹിന്ദുക്കുഷ്, പാകിസ്ഥാനിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കുഷ് പർവ്വതനിര പടിഞ്ഞാറ് ഭാഗത്താണ്. ഏറ്റവും താഴെ തെക്കു ഭാഗത്ത്, ഇത് തെക്കാണ് അല്ലെ? ഇത് നോർത്താണ്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗത്ത് ഹിമാലയ പർവ്വതം, തെക്കു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്കു ഭാഗത്ത് അരക്കൻ പർവ്വതം, പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇനി ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ് ചോദിച്ചാൽ അത് പാമീർ പീഠഭൂമിയാണ്. ഇനി ഈ പാമീർ പീഠഭൂമിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് പഠിച്ചു വെക്കണേ, പ്രീവിയസ് ചോദ്യങ്ങളാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് ഏത്? പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ പാമീർ പീഠഭൂമി അതായത് ഇതൊരു ഏറ്റവും വലിയൊരു പീഠഭൂമിയാണ് അല്ലെ? ലോകത്തിന്റെ മേൽക്കൂര എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ പീഠഭൂമികൾ ചേർന്നിട്ട് സംഗമിക്കുന്നതാണ് പാമീർ പീഠഭൂമി എന്ന് പറഞ്ഞാൽ? ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്, ഈ 4 പർവ്വതനിരകള് സംഗമിക്കുന്ന സ്ഥാനമാണ് ഇവിടെ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അവിടെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ചേർന്നതാണ് എന്നുള്ളത് 4 എണ്ണം വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ SSCRT ആണ് എടുക്കുന്നത്. ഇപ്പോൾ നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് SSCRT ഇന്ത്യൻ ജോഗ്രഫി ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു.
അപ്പൊ ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും പ്രിലിംസ് ഒക്കെ സുഖമായിട്ട് കയറും. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് മെയിൻസിന് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സുകൾ പെർഫെക്റ്റ്, എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് മെയിൻസ് എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അപ്പൊ ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അടിപൊളി ക്ലാസ്സുകളായിട്ടൊക്കെ വരുന്നു കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും SSCRT ഊട്ടി ഉറപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂവിഭാഗം ഏതാ പറഞ്ഞ? പാമീർ പീഠഭൂമിയാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെയാണ് അല്ലെ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിന്ദുക്കുഷ് പർവ്വതനിര അല്ലെ, ഹിന്ദുക്കുഷ് പർവ്വതനിര. അതായത് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിന്ദുക്കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിരയുണ്ട്. മനസ്സിലായോ? വടക്ക് ഭാഗത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹിന്ദുക്കുഷ് പർവ്വതനിരയുണ്ട്, ഹിമാലയ പർവ്വതനിരയുണ്ട്. മനസ്സിലായോ? അതേപോലെ ഉത്തര മഹാസമതലമുണ്ട്, ഉത്തരമഹാസമതലങ്ങളുമുണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ളത് ഹിന്ദുക്കുഷ് പർവ്വതനിര, ഹിമാലയ പർവ്വതനിര, ഉത്തര മഹാസമതലം എന്നിവയാണ്. ഹിന്ദുക്കുഷ് പർവ്വതനിര പാകിസ്ഥാനിലും ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഉത്തര മഹാസമതലം നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പർവ്വതനിരകൾ നമ്മൾ പഠിച്ചത്? തെറ്റിക്കാൻ പാടില്ല കേട്ടോ, എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരയും ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതനിരയുമാണ്. ഹിമാലയ പർവ്വതനിരയും ഹിന്ദുക്കുഷ് പർവ്വതനിരയും തെറ്റിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഉത്തരമഹാസമതലത്തെ കുറിച്ചിട്ട് എന്താണെന്ന് നോക്കാം. ഉത്തരമഹാസമതലം PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. ഉത്തരമഹാസമതലത്തെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാൽ അതിവിശാലമായിട്ടാണ് ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഉത്തരമഹാസമതലത്തെ കുറിച്ച് എന്താ പഠിക്കാനുള്ളത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാൽ അതിവിശാലമായിട്ട് ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അതേപോലെ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായി, ഇതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളെ കൺഫ്യൂഷൻ ആക്കുക. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായി ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്താ? ഉത്തരമഹാസമതലത്തിന്റെ സവിശേഷതകൾ: ഫലഭൂയിഷ്ടമായ മണ്ണാണ്, നിരപ്പാർന്ന ഭൂപ്രദേശമാണ്, നദികളാൽ ജലസമൃദ്ധമാണ്, ജനനിബിഡമാണ്. ഇത്രയും കാര്യങ്ങൾ ഉത്തരമഹാസമതലത്തിന്റെ പ്രത്യേകതയാണ്. പഠിച്ചല്ലോ. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ്? ഉത്തരമഹാസമതലത്തെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ട് പഠിക്കാം. ഉത്തരമഹാസമതലത്തിന് തെക്കു ഭാഗത്തായിട്ടാണ് പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരമഹാസമതലത്തിന് തെക്കു ഭാഗത്തായിട്ടാണ് പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം. സമുദ്രനിരപ്പിൽ നിന്നാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ത്രികോണാകൃതിയാണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ്, പ്രീവിയസ് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചിട്ടുണ്ട്. ത്രികോണാകൃതിയാണ്. ഈ ഭൂവിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നൊക്കെ ചോദിച്ചാൽ പറയണം കേട്ടോ. ഉത്തരമഹാസമതലത്തിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്, ത്രികോണാകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പീഠഭൂമിയെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നു. ഇനി താർ മരുഭൂമി. നമുക്കറിയാം, രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? താർ മരുഭൂമിയാണ് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി, ശ്രദ്ധിക്കണേ, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ്. അപ്പൊ താർ മരുഭൂമി ഇന്ത്യയിൽ മാത്രമല്ല, രാജസ്ഥാൻ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല,
പാകിസ്ഥാനിലുണ്ട്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്തെ കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവികമായ സസ്യജാലങ്ങൾ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങൾ? മാലദ്വീപും ശ്രീലങ്കയും. മാലദ്വീപും ശ്രീലങ്കയും നമുക്കറിയാം തീരപ്രദേശങ്ങളിലുള്ളത്. മാലദ്വീപ് സമുദ്രാതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളാണ് അല്ലെ, മാലദ്വീപും ശ്രീലങ്കയും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായ ചെറിയ ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? വലുത് മാലദ്വീപും ശ്രീലങ്കയും, എങ്കിൽ ചെറിയ ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും. ഇനി നോക്കിക്കേ, ഇവിടെ ഓരോ പ്രദേശങ്ങൾ തന്നിട്ടുണ്ട്, മരുപ്രദേശങ്ങൾ തന്നിട്ടുണ്ട്, തീരപ്രദേശങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന മുഴുവൻ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് കേട്ടോ. ഇപ്പൊ പഠിക്കുന്നത് മുഴുവൻ ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാന്ന് ചോദിച്ചപ്പോ ഏതൊക്കെയാ പറഞ്ഞത്? ഹിമാലയ പർവ്വതനിരയുണ്ട് എന്ന് പറഞ്ഞു, ഹിന്ദുക്കുഷ് പർവ്വതനിരയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഉത്തര മഹാസമതലം, അത് പഠിച്ചു. ഉപദ്വീപീയ പീഠഭൂമി എന്താന്ന് പഠിച്ചു. താർ മരുഭൂമി എന്താന്ന് പഠിച്ചു. ഇനി അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ എന്താ മക്കളെ? മൺസൂൺ കാലാവസ്ഥയാണ്. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. മനസ്സിലായോ? ഉത്തരായന കാലത്ത് ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും സൂര്യന്റെ സ്ഥാനം. മനസ്സിലായോ? ആ സമയത്ത് കരഭാഗത്തെ വായു എന്ത് ചെയ്യും? ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരും. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ വ്യാപക മഴയ്ക്ക് കാരണമാകും. അങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കാരണമാകുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും എന്ത് ചെയ്യാണ്? ഉപഭൂഖണ്ഡത്തിലേക്കാണ് വീശുന്നത്. ഇനി ഇവിടെ ഉത്തരായന കാലത്ത് എന്ന് പറഞ്ഞു. ഇനി ദക്ഷിണായന കാലത്ത് എന്താ സംഭവിക്കുക? സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്ര ഉപരിതലത്തിലെ വായു ചൂട് പിടിച്ചു ഉയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് വടക്ക് കിഴക്കൻ മൺസൂണിലെ തുലാവർഷം എന്നറിയപ്പെടുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപക മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഉത്തരായന കാലത്ത് എന്തായിരിക്കും സൂര്യന്റെ സ്ഥാനം? ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഏതാണ് കാലം ഉണ്ടാകുന്നത്? വർഷകാലം തെക്കു പടിഞ്ഞാറാണ് കേട്ടോ. ഉത്തരായന കാലത്ത് തെക്കു പടിഞ്ഞാറ് ദിശയില് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക്, അതായത് തെക്കു പടിഞ്ഞാറ് മൺസൂണിന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്ന എപ്പോഴാണ്? ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ. എന്നാൽ ദക്ഷിണായന കാലമാകുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ, ഇവിടെ ഉപഭൂഖണ്ഡത്തിന് മുകളിൽ, ഇവിടെ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചു ഉയരുകയും എന്ത് ചെയ്യാണ്? വടക്ക് കിഴക്കൻ മൺസൂണിന് കാരണമാവുകയും ചെയ്യുന്നു. ഇനി ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ഉത്തരായന കാലം പഠിക്കുമ്പോൾ എപ്പോഴും അവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ദക്ഷിണായന കാലം പഠിക്കുമ്പോൾ അവിടെ വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഇനി മൗസിം എന്ന ഏത് അറബ് പദത്തിൽ നിന്നാണ്? മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്? ഏതാണ്? ഋതുക്കൾ. മനസ്സിലായോ? ഋതുക്കൾ എന്ന് അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദം. മൗസിം എന്ത് പദമാണ്? അറബാണ് കേട്ടോ. മൗസിം എന്താണ്? അറബാണ്. ആ പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്.
ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ, ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഓരോ പ്രദേശത്തും ഇപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കാറുണ്ട്, നാട്ടിൻപുറത്ത് തന്നെ ചോദിക്കാറുണ്ട്, ഇവിടെ മഴ പെയ്തോ, അവിടെ മഴ പെയ്തോ, അല്ലെങ്കിൽ അവിടെ എന്താണ് വെയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മഴയില്ല. ഇവിടെ അതെന്താ കാരണം? അവിടെ അക്ഷാംശ സ്ഥാനവും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ഭൂപ്രകൃതിയും സമുദ്രത്തിന്റെ സാമീപ്യവും കാറ്റും ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥകൾ നിയന്ത്രിക്കപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഓരോന്നും പഠിക്കണേ. ഇതെല്ലാം വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ് വരിക. അതിലില്ലാത്തത് നമുക്ക് കാണാൻ കഴിയണം. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഇനി ഇവയെല്ലാം അല്ലേ, ഇപ്പൊ അക്ഷാംശ സ്ഥാനം എങ്ങനെയായിരിക്കാം സ്വാധീനിക്കുക, എങ്ങനെയാണ് ഭൂപ്രകൃതി സ്വാധീനിക്കുക നോക്കണ്ടേ. അക്ഷാംശ സ്ഥാനം സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? പ്രധാന അക്ഷാംശ രേഖകളിൽ ഒന്നായ ഉത്തരായന രേഖയുടെ വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും താപനിലയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് അക്ഷാംശ സ്ഥാനം സ്വാധീനിക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു അക്ഷാംശ രേഖകളിൽ ഒന്നാണ് ഏത് എന്ന് പറയുന്നത്? ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖ എന്താണ്? പ്രധാനപ്പെട്ട ഒരു അക്ഷാംശ രേഖയാണ്. അപ്പൊ അതിന്റെ വടക്ക് ഭാഗത്ത് എങ്ങനത്തെ കാലാവസ്ഥയാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. എന്നാൽ തെക്കു ഭാഗത്ത് എന്താണ്? അത് ഉഷ്ണ കാലാവസ്ഥയാണ്. ഇവിടെ മിതമായ, അതായത് ഉഷ്ണം മിതമാണ്, മനസ്സിലായി, അത്രയേ ഉള്ളൂ. മിതോഷ്ണം അല്ലെ, മിതമായ ഉഷ്ണം. എന്നാൽ തെക്ക് ഭാഗത്ത് വളരെയധികം ചൂടാണ്, ഉഷ്ണകാലമാണ് അനുഭവപ്പെടുന്നത്. അപ്പോ എന്ത് ചെയ്യാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും താപനിലയിൽ എന്ത് വരും? വ്യത്യാസം വരും. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഭൂപ്രകൃതി എങ്ങനെയാ സ്വാധീനിക്കുന്നത്? അപ്പൊ നമ്മള് അക്ഷാംശ സ്ഥാനം എന്താ പഠിച്ചു, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എങ്ങനെയാണ് പഠിച്ചു, ഭൂപ്രകൃതി എങ്ങനെയാണ്, കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി വരുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി. ഇപ്പൊ കാറ്റ് വീശുകയാണ്, ഇപ്പൊ കാറ്റിങ്ങനെ ആഞ്ഞടിച്ച് വീശുകയാണ് അല്ലെ. ആ വീശുന്ന സമയത്ത് അവിടെ ഒരു പർവ്വതങ്ങൾ ഉണ്ടെങ്കിൽ ആ പർവ്വതം എന്ത് ചെയ്യും? കാറ്റിനെ തടഞ്ഞു നിർത്തും അല്ലെ. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പോ ഉദാഹരണം, നമ്മളിപ്പോ നമ്മുടെ ഒരു വീട്ടിനെ മറന്നിട്ടാണ് നമ്മൾ ഒരു നിൽക്കുന്നതെങ്കിൽ, ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ കാറ്റ് തട്ടുന്ന പോലെ നമ്മളൊരു വീടിനെ മറന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് കാറ്റ് തട്ടോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെയാണ് പർവ്വതങ്ങൾ എന്ത് ചെയ്യാണ്? കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യും? മഴ പെയ്യിക്കും. കാറ്റ് തടയപ്പെടാത്ത ഇടങ്ങളിലാണെങ്കിലോ മഴ പെയ്യിക്കാതെ കടന്നു പോവുകയും ചെയ്യുന്നു. മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നു. ആരവല്ലി മലനിരകളുടെ ഒരു ഭാഗം മരുഭൂമിയാകാൻ കാരണം ഇതാണ്. അതായത് ആരവല്ലി മലനിരകളുടെ ഒരു ഭാഗം എന്താണ്? മരുഭൂമിയാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? മഴനിഴൽ പ്രദേശം എന്നാണ്. അതായത് ഇവിടെ പർവ്വതം, ആരവല്ലി പർവ്വതം എന്ത് ചെയ്യുന്നുണ്ടാകും? കാറ്റിനെ തടഞ്ഞു നിർത്തുന്നുണ്ടാകും അല്ലെ. ആരവല്ലി പർവ്വതം എന്ത് ചെയ്യുന്നുണ്ടാകും? കാറ്റിനെ തടഞ്ഞു നിർത്തുന്നുണ്ടാകും. ആ തടഞ്ഞു നിർത്തുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? നല്ല മഴ കിട്ടുന്നുണ്ടാകും. കാറ്റ് പിന്നെ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ എന്തായിരിക്കും? വരണ്ടിട്ടായിരിക്കും കിടക്കുന്നത്. അതാണ് ഭൂപ്രകൃതി സ്വാധീനിക്കുന്നത്. അപ്പൊ അക്ഷാംശ സ്ഥാനം സ്വാധീനിക്കുന്നത് പറഞ്ഞല്ലോ. എന്താണ്? പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളിൽ ഒന്നായ ഉത്തരായന രേഖയുടെ വടക്കു ഭാഗത്തെ മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്തെ ഉഷ്ണ കാലാവസ്ഥയും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അക്ഷാംശ രേഖ സ്വാധീനിക്കുന്നത്. ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് പറഞ്ഞത്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകും തോറും താപനിലയില് വ്യത്യാസം വരും. താഴത്തെ ചൂടായിരിക്കുമോ? മേലെ ചൂട് അല്ല അല്ലെ. അതിനെയാണ് പറയുന്നത് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഭൂപ്രകൃതിയും നോക്കി. ഇനി സമുദ്രത്തിന്റെ സാമീപ്യം നോക്കാം. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയായിരിക്കും. ഇനി സമുദ്രത്തിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിൽ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടും കേട്ടോ. അപ്പൊ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആർദ്ര കാലാവസ്ഥയും അകലെയുള്ള സ്ഥലം വരണ്ട കാലാവസ്ഥയും ആയിരിക്കും. ഇനി കാറ്റ് എങ്ങനെയാ സ്വാധീനിക്കുക? കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കും. കാറ്റിന്റെ ദിശയും നമ്മൾ സാധാരണ മഴ പെയ്യുമ്പോൾ പറയല്ലേ, കാറ്റ് വീശുന്നുണ്ട്, പറയാ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ മഴ പെയ്യില്ല പറയും അല്ലേ. അങ്ങനെയല്ലേ പറയാ. കാറ്റിന്റെ ദിശയും അതിന്റെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കും. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഇനി ഉത്തരായന രേഖയ്ക്ക് വടക്കും തെക്കും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോ പഠിച്ചു.
ഇപ്പൊ പഠിച്ചോളൂ. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് ഏത് കാലാവസ്ഥയാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. എന്നാൽ തെക്കു ഭാഗത്ത് എന്താണ്? ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയില് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. പൊതുവെ മിതമായിരിക്കും പറഞ്ഞാൽ എന്താ? ഉഷ്ണമേഖല നല്ല ചൂടുള്ള സമയം, ആ സമയത്ത് തണുപ്പ്, ശൈത്യം പറയുമ്പോൾ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ ഉഷ്ണകാലത്തും അത് തമ്മിലുള്ള താപനിലയിൽ വ്യത്യാസം എന്തായിരിക്കും? പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ എന്താ പ്രത്യേകത? ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥകൾ മിതോഷ്ണ കാലാവസ്ഥയുണ്ട്. വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണെന്ന് പറഞ്ഞു. മിതോഷ്ണ കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണ്? എന്തായിരിക്കും? മിതോഷ്ണ കാലാവസ്ഥയില് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. എന്നാൽ ഉഷ്ണമേഖലയില് പൊതുവെ മിതമായിരിക്കും. ഇനി മൂന്നാർ, ഊട്ടി അവിടെയൊക്കെ തണുപ്പാണ് അല്ലേ? എന്താ അവിടെയൊക്കെ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം? എന്നാൽ നമ്മുടെ ഭാഗങ്ങളിലൊന്നും അതേപോലെ തണുപ്പില്ലാത്തത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം. പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനില എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. അതിനാൽ മൂന്നാർ, ഊട്ടി എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിൽ തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി എന്താണ് മഴനിഴൽ പ്രദേശം? എന്താ മഴനിഴൽ പ്രദേശം? കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? പ്രീവിയസ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം, മഴ കുറവ് ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാറാണ്. ഏതാണ്? ചിന്നാറ്. ഓക്കെ. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ് കേട്ടോ. എന്താണ് മഴനിഴൽ പ്രദേശം? പർവ്വതങ്ങൾ കാറ്റിനെ തടയാത്ത ഇടങ്ങളിൽ അവ മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു അല്ലേ? ഇപ്പൊ തുറസായ സ്ഥലമാണ് വെക്കുക, കാറ്റ് വീശുന്നുണ്ടോ? കാറ്റ് എന്ത് ചെയ്യുന്ന? ഒന്നും തടഞ്ഞു നിർത്തുന്നില്ല അല്ലെ? അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒന്നും എന്തുണ്ടാവില്ല? മഴ ഉണ്ടാകില്ല. എന്നാൽ കാറ്റിനെ എവിടെ തടഞ്ഞു നിർത്തുന്നോ അവിടെയായിരിക്കും മഴ കൂടുതലായിട്ട് ലഭിക്കുക. മഴ കുറഞ്ഞ ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശം എന്ന് പറയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെയുണ്ട് തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. മനസ്സിലാകുന്നുണ്ടോ? പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ തന്നെ വാളയാറ് എത്തുന്ന സമയത്ത് അവിടെ പശ്ചിമഘട്ട മലനിരകൾ കാണാൻ കഴിയും. ആ പശ്ചിമഘട്ട മലനിര എന്ത് ചെയ്യാണ്? കാറ്റിനെ മുഴുവൻ തടഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നത്. പാലക്കാട് ജില്ലയിലൊക്കെ എന്താണ്? ധാരാളം മഴയാണ് അല്ല? കേരളത്തിൽ തന്നെ കൂടുതലായിട്ട് മഴ എന്താണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഇപ്പൊ കോയമ്പത്തൂർ ഉണ്ടാകുമോ? ഇല്ല. കാരണം എന്താണ്? പശ്ചിമഘട്ട മലനിരകൾ കാറ്റിനെ മുഴുവൻ ഇവിടെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നത്. അപ്പൊ കാറ്റ് അങ്ങോട്ട് പോകുന്നില്ല, തമിഴ്നാട്ടിലേക്ക് പോകുന്നില്ല, അപ്പൊ അവിടെ മഴയില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാർ. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായിട്ട് മാറാൻ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാജസ്ഥാനിലെ ഒരു ഭാഗം എന്താണ്? ആരവല്ലി മലനിരകൾ കാരണം കൊണ്ട് ഒരു ഭാഗം മുഴുവൻ മഴ കുറവാണെന്ന് പറഞ്ഞു അല്ലേ? എന്താ കാരണം? ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് കാരണം ഇതാണ്. ആരവല്ലി പർവ്വതനിരകൾ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ മഴ പെയ്യിപ്പിക്കും. എന്നാൽ കാറ്റ് തടഞ്ഞു നിർത്തുമ്പോൾ മറ്റു അപ്പുറത്തെ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാണ്? മഴയില്ലാതെ ഇരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്നൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നു. ഇനി കാർഷിക കാലങ്ങൾ എന്നാൽ എന്താ കാർഷിക കാലങ്ങൾ? ഓരോ കാർഷിക വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. അതിനെയാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കാർഷിക കാലങ്ങൾ? 3 കാർഷിക കാലങ്ങൾ. ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, സെയ്ദ് വിളയുണ്ട് അല്ലേ? ഖാരിഫ് വിള എപ്പോഴാണ്? ഇപ്പോഴാണ് അല്ലേ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്താണ്. ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് ഖാരിഫ് വിള നടത്തുക. പഠിച്ചു വെച്ചോട്ടാ. ഈ ടേബിളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര ഇതൊക്കെ എന്താണ്? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം എന്താണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര. ഇനി റാബി വിളകൾ ഒക്ടോബർ നവംബർ അല്ലേ? അതായത്
ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലാണ് ഏത് ചെയ്യുക, കൃഷി ചെയ്യുക, ഖാരിഫ് ചെയ്യുക. ഇത് വടക്ക് കിഴക്കൻ മൺസൂണിൽ, അതായത് തുലാവർഷ സമയത്താണ് ഏത് ചെയ്യുന്നത്, റാബി വിള ചെയ്യുന്നത്. ഗോതമ്പ്, പയറ്, കടുക്, ഓക്കെ, എന്താണ്, ബാർലി, ഇതിന്റെ കൂടെ ബാർലി എന്നും കൂടി ചേർത്ത് കേട്ടോ. ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങൾ, കടുക്, ബാർലി എല്ലാം റാബി വിളകൾക്ക് ഉദാഹരണമാണ്. സെയ്ത് വേനൽക്കാലത്താണ് ചെയ്യുക. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, ഓക്കെ, അതായത് സാധാരണ നമ്മൾ പറയാ പഴങ്ങൾ, പച്ചക്കറികൾ എന്ന് പറയും. അപ്പൊ കൂടെ നിങ്ങൾ പഠിച്ചോ കാലിത്തീറ്റ വിളകൾ. താഴെ തന്നിട്ടുള്ളത് ഏത് വിളയ്ക്ക് ഉദാഹരണമാണ്? കാലിത്തീറ്റ വിളകൾ ചോദിച്ചാൽ നമ്മൾ അടക്കി തെറ്റാൻ പാടില്ല, സെയ്ത് വിളയാണ്. അപ്പൊ ഇനി എന്താണ് ഖാരിഫ്, എന്താണ് റാബി, എന്താണ് സൈദ് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ, കണ്ടോ ഇവിടെ കണ്ടോ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ചെലവും കൂടുതൽ ആവശ്യമായ, ചൂടും വേണം, നല്ലോണം വെള്ളവും വേണം. ഏതിനൊക്കെ? നെല്ലിനും, പരുത്തിക്കും, ചണത്തിനും, അരിച്ചോളത്തിനും, ബജ്രയ്ക്കും, തുവരയ്ക്കും. അത് കൃഷി ചെയ്യണം. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ചെലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് തുടങ്ങിയ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കും. ഇനി സെയ്ദ്, ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ്. അതായത് ഇതിനൊക്കെ വിളവെടുപ്പ് പെട്ടെന്ന് നടക്കും. അപ്പൊ ഒരുപാട് കാലമൊന്നും അത് കൃഷി ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയൊക്കെ ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാറ്. ഇനി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യവിളകളുണ്ട്, നാണ്യവിളകളുണ്ട്, നാരുവിളകളുണ്ട്. അപ്പൊ ഇതിൽ പഠിക്കേണ്ടത് ഭക്ഷ്യവിളകൾക്ക് ഉദാഹരണം ഏത്, നാരുവിളകൾക്ക് ഉദാഹരണം ഏത്, താഴെ തന്നിട്ടുള്ളതിൽ നാണ്യവിളകൾക്ക് ഉദാഹരണം ഏത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. അതില് മൃദുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് നെല്ല്, ഗോതമ്പ്. പഠിക്കണം കേട്ടോ. മൃദുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് നെല്ലും ഗോതമ്പും. എന്നാൽ പരുക്കൻ ധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് ബജ്ര, ചോളം, റാഗി. ഇനി പയറ്, തുവര ഇവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങൾ, പയറും തുവരയും. അപ്പൊ ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ധാന്യങ്ങളിൽ തന്നെ മൃദുധാന്യങ്ങളുണ്ട്, പരുക്കൻ ധാന്യങ്ങളുണ്ട്. മൃദുധാന്യത്തിന് ഉദാഹരണമാണ് നെല്ല്, ഗോതമ്പ്. ഇനി പരുക്കൻ ധാന്യത്തിന് ഉദാഹരണമാണ് ബജ്ര, ചോളം. ഇനി പയറുവർഗ്ഗങ്ങൾക്ക് ഉദാഹരണമാണ് പയറ്, തുവര. ഇതാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങൾ. ഇനി നാണ്യവിളകൾ, വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകൾക്ക് ഉദാഹരണമാണ് കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നത്. ഇനി നാരുവിളകൾക്ക് ഉദാഹരണമാണ് പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ, പരുത്തിയും ചണവും. അതുപോലെ തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. നാരുവിളകൾക്ക് ഉദാഹരണം ഏതാ പറഞ്ഞ? നാരുവിളകൾക്ക് ഉദാഹരണം പരുത്തിയും ചണവും. ഇതിൽ നിന്നാണ് നമ്മൾ തുണിത്തരങ്ങളും ബാഗുകള്, ചാക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി എണ്ണക്കുരുക്കൾ, അതും എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇതിൽ നിന്നൊക്കെ എണ്ണ ഉണ്ടാക്കും. നിലക്കടലിൽ നിന്ന് എണ്ണ ഉണ്ടാക്കും, കടുകെണ്ണയുണ്ട്, സോയാബീനിൽ നിന്ന് എണ്ണ ഉണ്ടാക്കും, സൂര്യകാന്തി, സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? എണ്ണക്കുരുക്കൾക്ക് ഉദാഹരണമാണ്. ഇനി അതിനു പുറമെ മറ്റു വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യം, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യാറുണ്ട്. ഇതിൽ പലതും എന്താണ്? തോട്ടവിളകൾക്ക് ഉദാഹരണമാണ്. ഇനി നോക്കിക്കേ, KGF കോളാർ ഗോൾഡ് ഫീൽഡ്. എന്താ അതിന്റെ പ്രത്യേകത? KGFന്റെ പ്രത്യേകത വെരി ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയുമായ സ്വർണ്ണഖനിയാണ്. അവിടെ എന്തെങ്കിലും വല്ല പണി കിട്ടണമെങ്കിൽ പോകായിരുന്നു അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതുമാണ് വലിപ്പമേറിയുമായിട്ടുള്ള സ്വർണ്ണ ഖനനം നടക്കുന്നതാണ് KGF കോളാർ ഗോൾഡ് ഫീൽഡ്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തി. 1804
ജോൺ വാറൻ കേട്ടോ. ഏതൊക്കെയാണ് ഗ്രാമങ്ങള്? കർണാടകത്തിലെ ഉറിഗം ഗ്രാമമാണ് സ്വർണത്തിന്റെ നാടാണ് എന്ന് കണ്ടെത്തിയത്. ഇതാണ് KGF, അതായത് KGFന്റെ ഫുൾ ഫോം ആണ് കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന്. പിന്നെ ഇതിനെ പുനർനാമകരണം ചെയ്തു. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിന്റെ സ്വർണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി അടുത്തൊരു ഏരിയയിലേക്ക് പോകാം. പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ വിഭവങ്ങൾ. റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്? എന്നും ഈ മേഖല വെരി ഇമ്പോർട്ടന്റ് ആണ്. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗിക്കാൻ യോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉത്ഭവിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായിട്ട് ലഭിക്കുന്നതുമായ വിഭവമാണ്. സൂര്യപ്രകാശം. നമ്മൾ ഇന്ന് കുറെ സൂര്യപ്രകാശം കൊണ്ടുപോയിട്ട് നാളെ സൂര്യപ്രകാശം കിട്ടാതിരിക്കോ? ഇല്ല. കാറ്റ് ഇന്ന് കൊണ്ടുപോയിട്ട് നാളേക്ക് കഴിയോ? ഇല്ല. തിരമാലയോ? ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിന് ഉദാഹരണമാണ്. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, ഒരിക്കൽ ഉപയോഗിക്കും തോറും അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവമാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. സ്വർണം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. ഇരുമ്പ്, കൽക്കരി, പെട്രോളിയം ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ജലം, ലോഹങ്ങൾ, സൗരോർജം, കൽക്കരി, കാറ്റ്, പെട്രോളിയം. ഈ താഴെ തന്നിരിക്കുന്ന വിഭവങ്ങളിൽ നിന്ന് ഒന്ന് തരംതിരിച്ചേ. ഈ തന്നിട്ടുള്ളതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? പറ്റുന്നതും പറ്റാത്തതും. സൂര്യപ്രകാശം എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് അല്ലെ? സൂര്യപ്രകാശം നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സൂര്യപ്രകാശത്തിന് നമുക്ക് കിട്ടും, കാറ്റ് കിട്ടും, തിരമാല. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിന് ഉദാഹരണമാണ് ഏത്? ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം അല്ലെ? കൽക്കരി, ഇത് കാറ്റൊക്കെ എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് ധാതുക്കൾ. അടുത്തത് ധാതുക്കളാണ്. നമ്മുടെ ആ സിലബസിൽ തന്നെ പറയുന്നുണ്ട് ധാതുക്കൾ എന്നൊരു ഏരിയ തന്നെ പറയുന്നുണ്ട്. പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോടുകൂടിയ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. എന്തൊക്കെയാണ് ധാതുക്കളിന് ഉദാഹരണം? പെട്രോളിയം ധാതു ഉണ്ട്, ഇരുമ്പയിര് ധാതു ഉണ്ട്, ബോക്സൈറ്റ് ധാതു. ഇതൊക്കെ എന്താ? ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഭൂവൽക്കത്തിന്റെ അയിരിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കളാണ്. ഖനനത്തിന് ശേഷം, സംസ്കരണ പ്രക്രിയയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഖനനത്തിലൂടെ നിന്നും ലഭിക്കുന്നത് മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലായിരിക്കും. അവ ധാതുക്കൾ. ഭൂവൽക്കത്തിൽ ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു. ഈ അയിരിനെ വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ മൂല്യവത്തായ ധാതുക്കളാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതായത് മാലിന്യം കലർന്ന ഒരു അയിരിന്റെ രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഈ ധാതുക്കളെ ലഭിക്കുക. അതിന് ഉദാഹരണമാണ് ഏത്? പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ്. ഇതൊക്കെ എന്താണ്? ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഈ പെട്രോളിയവും ഇരുമ്പയിരും ബോക്സൈറ്റും ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഖനനം ചെയ്തെടുക്കുമ്പോൾ ബോക്സൈറ്റ് രൂപത്തിലൊക്കെ കിട്ടില്ല. അതൊക്കെ ഇതിന്റെ അയിരുകളായിട്ട്, മാലിന്യം നിറഞ്ഞ അയിരുകളായിട്ട് ലഭിക്കാം. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അതൊരു ധാതുവായിട്ട് മാറുന്നത്. അപ്പൊ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ധാതുക്കളിൽ തന്നെ ലോഹധാതുക്കൾ ഉണ്ട്, അലോഹധാതുക്കൾ ഉണ്ട്. ലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലോഹധാതുക്കളിൽ തന്നെ വീണ്ടും രണ്ടെണ്ണം ഉണ്ട്. ഇരുമ്പിന്റെ അംശമുള്ളതുണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്തതുണ്ട്. ഇരുമ്പിന്റെ അംശമുള്ളതാണ് ഇരുമ്പയിരും മാംഗനീസും. എന്നാൽ ഇരുമ്പിന്റെ അംശം ഇല്ലാത്തതാണ്. സ്വർണത്തിൽ ഇരുമ്പുണ്ടോ? ഇല്ല. വെള്ളിയിൽ ഇരുമ്പുണ്ടോ? ഇല്ല. ചെമ്പിലുണ്ടോ? ഇല്ല. ബോക്സൈറ്റിൽ ഇല്ല. ഇനി അലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ്, നോക്കിക്കേ, ധാതു ഇന്ധനങ്ങളുണ്ട്, മറ്റു ധാതുക്കളുണ്ട്. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരിയും പെട്രോളിയവും. എന്നാൽ മറ്റു ധാതുക്കൾക്ക് ഉദാഹരണമാണ് അഭ്രം. ഇനി എന്താണ് ലോഹധാതുക്കൾ എന്ന് പറയുന്നത്? എന്താണ് ലോഹധാതുക്കൾ? എന്താണ് ലോഹധാതുക്കൾ? എന്താണ് അലോഹധാതുക്കൾ? പഠിക്കണേ.
പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. അതായത് എന്താണ് സ്വാഭാവികമായിട്ട് തന്നെ ഇപ്പൊ സൂര്യപ്രകാശം എന്താണ് നമുക്കറിയാം, നേരം വിളക്കുമ്പോൾ സൂര്യപ്രകാശം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു അല്ലെ. അങ്ങനെ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമായിരിക്കും. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് അല്ലെ. നമുക്കറിയാം ബോക്സൈറ്റിൽ നിന്നും എന്ത് ചെയ്യും, അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇനി ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ചാരനിറത്തിലായിരിക്കും കാണപ്പെടുക. അതേപോലെ കാന്തിക സ്വഭാവം ഉണ്ടാകും, ഭാരം കൂടുതലായിരിക്കും. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കും, ഒറ്റൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് മറ്റത് എന്ന് ഓർമ്മിക്കാൻ പറ്റും. ഇരുമ്പിന്റെ അംശമുള്ളത് മാത്രം പഠിച്ചു വെക്കുക. ഇരുമ്പിന്റെ അംശം നമുക്കറിയാം, മാഗ്നറ്റ് അപ്പൊ പെട്ടെന്ന് ആകർഷണം ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ അതെന്താണ്, കാന്തിക സ്വഭാവമുള്ളതാണ്. ഇരുമ്പിന്റെ അംശമുള്ളത് എന്തായിരിക്കും, കാന്തിക സ്വഭാവമുള്ളതാണ്, ചാരനിറത്തിൽ കാണപ്പെടും, ഭാരം കൂടുതലായിരിക്കും. എന്നാൽ ഇരുമ്പിന്റെ അംശമില്ലാത്തത് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലായിരിക്കും കാണപ്പെടുക, കാന്തിക സ്വഭാവം ഉണ്ടാകില്ല, താരതമ്യേന ഭാരം കുറവായിരിക്കും. ഇനി എന്താണ് അലോഹധാതുക്കൾക്ക് ഉദാഹരണം? ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെയാണ് അലോഹം. ലോഹ അംശം ഉണ്ടാകും, അലോഹം ലോഹത്തിന് അംശം ഉണ്ടാകില്ല. അലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവായിരിക്കും. അത് നമ്മളിവിടെ പറഞ്ഞു, ഭാരം കുറവാണ്, അതുപോലെ തന്നെ എന്താണ് കാഠിന്യവും തിളക്കവും ഒക്കെ കുറവായിരിക്കും. ജൈവധാതുക്കളിൽ നിന്നും അജൈവധാതുക്കളിൽ നിന്നും അലോഹധാതുക്കളെ രണ്ടായി തരംതിരിക്കാം അല്ലെ. ജൈവധാതുക്കളിൽ നിന്നും അജൈവധാതുക്കളിൽ നിന്നും തിരിക്കാം. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടെ ധാതുക്കൾ തന്നിട്ടുണ്ട്, നോക്ക്. ധാതുക്കളായ സ്വർണം, വെള്ളി, ചെമ്പ് തന്നിട്ടുണ്ട്. സ്വർണത്തിന്റെ ഉപയോഗം എന്താ, ആഭരണം നിർമ്മിക്കാനാണ് അല്ലെ. സ്വർണം പ്രധാനപ്പെട്ട സംസ്ഥാനം, സ്വർണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്, കർണാടകയാണ്. ഇനി വെള്ളി നോക്കിക്കേ, വെള്ളിയുടെ ഉപയോഗം എന്താണ്, വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കും അല്ലെ. അതുപോലെ ഇലക്ട്രോ പ്ലേറ്റിങ്ങില്, ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉപയോഗിക്കും. രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകയിലൊക്കെയാണ് വെള്ളി ഉത്പാദനം. ഇനി ചെമ്പോ, വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്പാണ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അതേപോലെ ബോക്സൈറ്റ് നോക്ക്, അലുമിനിയത്തിന്റെ അയിരാണ് ഏത്, ബോക്സൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കൊക്കെയായിട്ട് ബോക്സൈറ്റ് ഉപയോഗിക്കും. അത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ ഭാഗങ്ങളിലായിട്ടാണ്. ഇനി അഭ്രമോ, വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് അഭ്രമാണ്. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ഇനി നോക്കിക്കേ, അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വ്യവസായങ്ങളെ താഴെ പറയുന്ന രീതിയിൽ വയ്ക്കാം. അതിൽ തന്നെ നോക്കിക്കേ, ഏതൊക്കെയാണ് ഉൽപാദന വ്യവസായങ്ങൾ? കാർഷിക അധിഷ്ഠിത വ്യവസായമുണ്ട്, ധാതു അധിഷ്ഠിത വ്യവസായമുണ്ട്, രാസാധിഷ്ഠിത വ്യവസായമുണ്ട്, വനത്തിന് അധിഷ്ഠിത വ്യവസായമുണ്ട്, മൃഗാധിഷ്ഠിത വ്യവസായമുണ്ട്. അപ്പോ ഇത്രയും വ്യവസായങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അല്ലെ. അതായത് കർഷക അധിഷ്ഠിതം, അതായത് കൃഷിപ്പണി കൊണ്ടുള്ളത്. പിന്നെ ധാതുക്കൾ വഴി വ്യവസായം ചെയ്യും. രാസാധിഷ്ഠിത വ്യവസായമുണ്ട്, വനത്തിനെ ആശ്രയിച്ചിട്ടുള്ള വ്യവസായങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? മൃഗാധിഷ്ഠിത വ്യവസായവും ഉണ്ട്. അപ്പൊ കാർഷിക അധിഷ്ഠിത വ്യവസായത്തിന് ഇതിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. കാർഷികാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പഞ്ചസാരയും. പഞ്ചസാര വ്യവസായം പഠിക്കണേ. കാർഷികാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പഞ്ചസാര വ്യവസായം. എന്നാൽ ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. രാസാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പെട്രോളിയം വ്യവസായം. ഏതാണ്? പെട്രോളിയം വ്യവസായം. എന്നാൽ വനാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പേപ്പർ വ്യവസായം. എന്നാൽ മൃഗാധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് തുകൽ വ്യവസായം. ഇനി എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായം? ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിന്റെ അടിത്തറയാണ്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഒന്നും വേണ്ട. ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കും. ഇരുമ്പുരുക്ക് വ്യവസായം ഘനവ്യവസായം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ നാളെ ഒരു ചോദ്യം അറിയപ്പെടുകയാണ്, ഘനവ്യവസായം എന്നറിയപ്പെടുന്നതിന് താഴെ പറഞ്ഞതിൽ ഏതാണ് ഉദാഹരണം എന്ന് ചോദിച്ചാൽ താഴെ ഇപ്പൊ പഞ്ചസാരയും ഇരുമ്പുരുക്കും പെട്രോളിയം ഒക്കെ തന്നു കഴിഞ്ഞാൽ ഏതാണ് ഘനവ്യവസായത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഘനവ്യവസായം എന്ന് പറയുന്നത്. ഇനി ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഇരുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തിന്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത്
ഇരുമ്പുരുക്ക് ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര മേഖലകളെയും സേവന മേഖലകളെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഗുണം എന്താ? മറ്റെല്ലാ ഇതര വ്യവസായ സേവന മേഖലകളെയൊക്കെ പിന്തുണയ്ക്കുകയും ചെയ്യും, രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും. അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിനെ കുറിച്ചിട്ട് എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, പഠിക്കണേ. ഇരുമ്പുരുക്ക് വ്യവസായത്തെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1907 സാങ്ചിയില്, അതായത് സാങ്ചി എന്ന് പറയുമ്പോൾ ജംഷഡ്പൂരിലാണ് ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചത്. അപ്പൊ ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇപ്പോ 1907 സാങ്ചിയില് ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1907 സാങ്ചി എവിടെയാ? ജംഷഡ്പൂരിലാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ആരംഭിച്ചത്. അങ്ങനെ ഇവിടെ 1907 കഴിഞ്ഞു. ഇനി ഇവിടെ 1919 ആയി. 1919 പശ്ചിമ ബംഗാളില് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ, അതായത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു. 1919 ഇസ്കോലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പിന്നെ 19 കഴിഞ്ഞു. 23 എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പഠിക്കാനായിട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1923. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് പഠിക്കണേ. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ നിന്ന് 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ സഹായത്തോടെ എന്ത് ചെയ്തു? ആരംഭിച്ചു. അപ്പൊ ഭിലായി എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്? ഭിലായി ഏത് രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്? ഭിലായി ഏത് രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഭിലായി റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ്, സോവിയറ്റ് യൂണിയൻ. ഇനി ജർമ്മനിയോ? റൂർക്കേല റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അടുത്തത് ഏതാണ്? ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചത്. പിന്നെ ഇന്ത്യ സ്ഥാപനങ്ങളെയൊക്കെ സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണ്? ടിസ്കോ ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല, ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാലയുണ്ട്, കമ്പനിയുണ്ട്. ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുണ്ട്, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഭിലായി, റൂർക്കേല, ദുർഗാപൂര്, ബൊക്കാറോ. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണേ. അതില് ടിസ്കോ എന്താ? ടാറ്റ എന്താ പ്രത്യേകത? ജംഷഡ്പൂരിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് കേട്ടോ. ഏറ്റവും വലുതുമാണ്, സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് ശാലയുമാണ് ടാറ്റ. പിന്നെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടിയിലാണ് കേട്ടോ. അത് നോക്കിക്കേ, പശ്ചിമ ബംഗാള്. പൊതുമേഖലയിലെ, ഇവിടെ സ്വകാര്യ മേഖല, ഇവിടെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ഇസ്കോ. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, കർണാടകയിൽ. ഇനി ഭിലായി 1959 ഭിലായി സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോട് കൂടിയിട്ട് വരുന്നത്. റൂർക്കേല 1959 തന്നെ ജർമ്മനിയുടെ സഹായത്തോടു കൂടി വരുന്നുണ്ട്. ദുർഗാപൂര് 1962 ബ്രിട്ടന്റെ സഹായത്തോടു കൂടി പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ബൊക്കാറോ 1964 റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഒഡീഷയിൽ വളരാൻ കാരണം എന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒഡീഷയിൽ വളരുന്നത്? ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അവിടെ നല്ല രീതിയിൽ ധാതുക്കൾ ലഭിക്കുന്നുണ്ട്, ജലം ലഭിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ഒഡീഷ ഈ കാര്യത്തിലൊക്കെ മുന്നിട്ടാണ്, ജലത്തിലും ധാതു ലഭ്യതയിലൊക്കെ. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരുക്ക് ശേഖരമായ കിയോർ, സുന്ദർഗഡ്, മയൂർഗഞ്ച് ജില്ലകളിലും കൽക്കരി, താൾച്ചർ മേഖലയിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അതായത്
ഇരുമ്പയിരുകളുടെ ശേഖരം എവിടെയൊക്കെയാണ്? ഒഡീഷയിലെ കിയോർ. ഒഡീഷയിൽ എവിടെയൊക്കെയാണ്? കിയോർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ഈ ജില്ലകളിലൊക്കെ ധാരാളം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൽക്കരി അത് താൾച്ചർ മേഖലയിലും ഒഡീഷയിൽ കാണപ്പെടുന്നുണ്ട്. റൂർക്കേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളിലെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലകൾ, റോഡ്, ഹൈവേകൾ വ്യാവസായിക വികസനത്തിനൊക്കെ സഹായകമായി. ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടുകൂടി ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ കേന്ദ്രമായിട്ട് മാറി. ഇനി എന്തൊക്കെയാണ് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും ഉൽപാദന വ്യവസായങ്ങൾ പറഞ്ഞു. കാർഷിക അധിഷ്ഠിത വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം, അങ്ങനെ മൃഗാധിഷ്ഠിത വ്യവസായം, അങ്ങനെ ഓരോരോ വ്യവസായങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിൽ ഒരു ഉൽപാദന വ്യവസായത്തെ ഭൂമിശാസ്ത്രപരമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിശാസ്ത്രപരമായിട്ട് നല്ല രീതിയിൽ ഭൂഘടന വേണം, നല്ല കാലാവസ്ഥ വേണം, ജലത്തിന്റെ ലഭ്യത വേണം, ഊർജം ലഭിക്കണം, അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകണം. ഇനി ഭൂമിശാസ്ത്രപരമല്ലാത്തത് നോക്കുകയാണെങ്കിൽ നല്ല ക്യാഷിലെ മൂലധനം വേണം, സംഘാടനം വേണം, വിപണി വേണം, ഗവൺമെന്റിന്റെ നയങ്ങൾ കറക്റ്റ് ആയിരിക്കണം, അതുപോലെ ട്രാൻസ്പോർട്ട് വേണം, തൊഴിലാളികളുടെ ലഭ്യത, ഇതൊക്കെ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് മലിനീകരണം? വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം എന്ന് പറയുന്നത്. പലതരം മലിനീകരണം ഉണ്ട് അല്ലെ? വായു മലിനീകരണം ഉണ്ട്. അപ്പൊ നേരത്തെ ആ ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായം നമ്മൾ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്, അതൊന്നും നോക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഒഡീഷയിലെ ഇരുമ്പുരുക്ക് വ്യവസായം ഇത്രയും വളരാനുള്ള കാരണം പറഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കളൊക്കെ പറഞ്ഞു. ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെന്റിന്റെ നയങ്ങൾ, ഗതാഗതം, തൊഴിലാളി ലഭ്യതകളൊക്കെയാണ്. മലിനീകരണം പറയുമ്പോൾ വായു മലിനീകരണം ഉണ്ട്, ജലമലിനീകരണം ഉണ്ട്, മണ്ണ് മലിനീകരണം ഉണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും സ്വാധീനിക്കുക? നമുക്കറിയാം അല്ലെ? ഇപ്പൊ ഈ വ്യവസായശാലകളിൽ നിന്നൊക്കെ വായുവിൽ മലിനീകരണം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ വ്യവസായശാലകൾ പുറത്തുവിടുന്ന വിഷവാതകങ്ങളാണ് വായു മലിനീകരണമാകുന്നത് അല്ലെ? വായു മലിനീകരണത്തിന് കാരണമാണ് ഈ സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ ഒക്കെ എന്താണ്? അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. അങ്ങനെ വായു മലിനീകരണം ഉണ്ടാകും. എന്നാൽ ജലമലിനീകരണം നമുക്കറിയാം. പുഴകളിലും തോടുകളിലും ഒക്കെ വ്യവസായശാലകളിൽ നിന്നും കെട്ടി നിൽക്കുന്ന അല്ലെ കെമിക്കൽസ് അടിഞ്ഞു കൂടിയിട്ട് അവിടെയൊക്കെ മീനുകൾ ചത്തൊടുങ്ങും. അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാണ്. മണ്ണ് എന്താണ്? വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഈ വേസ്റ്റ് തുടങ്ങിയ മണ്ണിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അത് കാർഷിക മേഖലയെയും ബാധിക്കുന്നുണ്ട്. ഇനി ശബ്ദ മലിനീകരണം, വ്യവസായശാലകളിൽ നിന്നും പുറത്തുവിടുന്ന അമിതമായ ശബ്ദം അല്ലെ, അതും ദോഷമാക്കുന്നുണ്ട്. പിന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായശാലകളിലെ വിഭവങ്ങളെ അശാസ്ത്രീയമായി ഉപയോഗിക്കുക അല്ലെ, ഇതൊക്കെ എന്താണ്? ദോഷങ്ങളാണ് അല്ലെ? ഇതൊക്കെ മലിനീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ്? പ്രാദേശിക അസമത്വം, പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത ഒക്കെ എന്താണ്? ചില പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകും. എന്തുകൊണ്ടാണ്? ചില പ്രദേശങ്ങളിൽ മാത്രം ഓരോരോ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം, മറ്റുള്ളവിടെ കാണുന്നില്ല. എല്ലാം ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ തന്നെയാണ് അല്ലെ? ഇനി എന്താണ് കുടിയേറ്റം? ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായി അല്ലെങ്കിൽ താൽക്കാലികമായോ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് നഗരവൽക്കരണം? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെയും അതേപോലെ തന്നെ നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാക്കുന്ന വർധനവിനെയാണ് നഗരവലിപ്പം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിഭവങ്ങളെ സംരക്ഷിക്കുക, അതൊക്കെ കൊടുത്തതൊക്കെ നമ്മൾ വായിച്ചാണ്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത് അവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് സുസ്ഥിര വികസനം നോക്കാം കേട്ടോ, പഠിക്കണം കേട്ടോ. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇനി സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുടെ ക്ഷേമം, ജനലഭ്യത, അതുപോലെ ജനങ്ങളുടെ നിലവാരം തമ്മിലുള്ള ജീവിത സന്തുലിത അവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. മനസ്സിലായോ? അതൊക്കെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സുസ്ഥിര വികസനം നമ്മൾ
നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിലൊക്കെ 1ാം സ്ഥാനത്താന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട് കരുതി വെക്കണം കേട്ടോ. അങ്ങനെ അല്ലാതെ അവർക്കുള്ളില്ലെങ്കിൽ എന്താ, അവർക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അവർക്ക് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റുക. ഇനി എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. സുസ്ഥിര വികസനത്തിലേക്ക് എത്തണമെങ്കിൽ വിഭവങ്ങളെ പുനഃചംക്രമണം ചെയ്യണം, ഉപയോഗം കുറയ്ക്കണം, പുനരുപയോഗിക്കുക അല്ലേ. ഇതൊക്കെയാണ് 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് ഏതെന്ന് പറയുന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വർഷം ഏതാണ്? 2030. ഇപ്പൊ 2026 അല്ലെ. 2030 കൂടിയിട്ട് സുസ്ഥിര വികസനം നേടിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ 2015 17 ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 17 ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇനി അങ്ങനെ അപ്പൊ നമ്മൾ ഇത്രയും ലെസൺസ് പഠിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ SSCRT ഉള്ളത്. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ നമുക്കിനി അടുത്ത ബാക്കി ലെസണുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.